പാലക്കാട് ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രശാന്ത് ശിവൻ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ ആഘോഷത്തോടെയും ആരവത്തോടെയും കൂടിയാണ് അണികൾ പ്രശാന്ത് ശിവനെ സ്വീകരിക്കുന്നത്. ഇന്നലെ വരെ നിന്നിരുന്ന അനിശ്ചിതത്വങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. പ്രശാന്ത് ശിവനെ വലിയ ആരവങ്ങളോടെ, നേരത്തെ വാദ്യമേളമടക്കം ഉണ്ടായിരുന്നു, അപ്പോൾ അതിനോടൊക്കെ അനുബന്ധിച്ചാണ് പ്രശാന്ത് ശിവനെ അവിടേക്ക് സ്വീകരിക്കുന്നത്. ബിജെപിക്ക് വലിയ വേരോട്ടം നേരത്തെ ഉള്ള സ്ഥലമാണ് പാലക്കാട്. പക്ഷേ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയേറ്റ സാഹചര്യം, അതിനിടയിൽ പരസ്യമായ വിമർശനങ്ങൾ, പുതിയ ജില്ലാധ്യക്ഷനെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്ക് ഉള്ള എതിർപ്പ്, പരസ്യമായി ചില നേതാക്കൾ പ്രതികരിച്ചത്, കൗൺസിലർമാർ രാജിക്കൊരുങ്ങുന്നു എന്ന വാർത്തകൾ, വിവരങ്ങൾ, അതിനിടയിൽ RS നടത്തിയ അനുനയ നീക്കം, അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആഘോഷപൂർവ്വം ജില്ലാധ്യക്ഷനെ അവർ അവരുടെ ഓഫീസിലേക്ക് വരവേൽക്കുന്നത്. പുതിയ ജില്ലാധ്യക്ഷനെ നിശ്ചയിച്ചതിന് പിന്നാലെ ഉണ്ടായിരുന്ന ആ വിവാദങ്ങൾ അത് അവസാനിക്കുന്നു എന്ന തരത്തിലാണ്. കൃഷ്ണകുമാറിന്റെ നോമിനി ആയിട്ടാണ് പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. കൃഷ്ണകുമാറിന്റെയും സുരേന്ദ്രന്റെയും മാത്രം താല്പര്യമാണ് അതിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രശാന്ത് ശിവനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ രാജിവെച്ച് പോകുമെന്ന് 7 കൗൺസിലർമാർ 9 പേർ അക്ഷരാർത്ഥത്തിൽ ഭീഷണി മുഴക്കിയിരുന്നു. പക്ഷേ ഇന്നലെ ഒരൊറ്റ രാത്രിയോടുകൂടി അതെല്ലാം ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. RSSന്റെ നേരിട്ടുള്ള ഇടപെടൽ, നേരിട്ടുള്ള നിർദ്ദേശങ്ങൾ കൗൺസിലർമാർക്ക് അവഗണിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഗൂഗിൾ VS വിവരങ്ങളുമായുണ്ട്. ഗൂഗിൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നതിൻ്റെ ഒരു സൂചന കൂടി ഈ എതിർപ്പുയർത്തിയേക്കും, രാജ്യഭീഷണി മുഴക്കി എന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്ന ആ കൗൺസിലർമാരും ഈ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ? ഗൂഗിൾ വലിയ വിവാദം, എതിർപ്പ്, അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലക്കാട്ടെ BJP ഓഫീസിൽ വലിയ ആഘോഷപൂർവ്വം പുതിയ ജില്ലാ പ്രസിഡന്റ് സ്വീകരിക്കുന്നത്. ഒരുപക്ഷെ അന്ന് ഇലക്ഷന്റെ സമയത്ത് മുത്താന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി നിന്നാണ് ഞാൻ അന്ന് ആ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. രതീഷിന് ഓർമ്മയുണ്ടാകും. ആ മേഖലയിൽ നിന്ന് വരുന്ന RSSന്റെ ശക്തി കേന്ദ്രത്തിൽ നിന്ന് വരുന്ന നേതാവാണ് പ്രശാന്ത് ശിവൻ എന്ന് പറയുന്നത്. ആ മേഖലയുടെ ഒരു സന്തതി എന്ന നിലയ്ക്ക് തന്നെ അവർ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവാണ് പ്രശാന്ത് ശിവൻ. അവിടെ യുവമോർച്ചയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക്, ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് പോലും RSSന്റെ ആ മേഖലയിലുള്ള ആളുകൾക്കുള്ള ഒരു റെപ്രസെന്റേഷൻ എന്ന നിലയ്ക്കാണ്. അവിടെ നിന്ന് തന്നെയാണ്, അതാണ് 5 വർഷക്കാലം കൊണ്ട് ഇത്രയും മുകളിലേക്ക് BJP പോലൊരു പ്രസ്ഥാനത്തിൽ എത്താൻ കഴിയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ നിന്ന് അതേ മാനദണ്ഡങ്ങളുടെ പ്രകാരം തന്നെയാണ് ഇപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് പ്രശാന്ത് വരികയും ചെയ്യുന്നത്. RSS ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നതാണ്. ഗൂഗിൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചോ? രാജ്യഭീഷണി മുഴക്കി എന്ന് പറയപ്പെടുന്ന നഗരസഭാ അംഗങ്ങൾ, ആ വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾ, അവരും ഈ സ്വീകരണത്തിലെത്തിയിട്ടുണ്ടോ? അതായത് രാജ്യഭീഷണി മുടക്കിയ അംഗങ്ങൾ കൗൺസിലർമാരോടൊക്കെ എത്തിയിട്ടില്ല. പക്ഷേ ഇവർ രാജി തീരുമാനിക്കുന്നില്ല, പിന്നോട്ട് പോയി. പ്രമീള ശശി അടക്കം ഈ തീരുമാനത്തിൽ പിന്നോട്ട് പോയി എന്നുള്ളൊരു വിവരമാണ് ലഭ്യമാകുന്നത്. പ്രമീള ശശിനെ ഏതായാലും വിഷയത്തിൽ രാജിവെക്കില്ല. അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കുക, ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ RSS ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടിരുന്നു. RSSന്റെ ശക്തമായ അനുനയ നീക്കങ്ങൾ ഇടഞ്ഞു നിൽക്കുന്ന കൗൺസിലർമാർ നടത്തി. 9 കൗൺസിലർമാരാണ് അത്തരത്തിൽ രാജ്യം മുഴക്കിയിരുന്നത്. പക്ഷെ അവരുമായി സംസാരിച്ച് അനുനയ ശ്രമത്തിനൊടുവിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നുള്ള വിവരമാണ്. അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഏതായാലും സ്വാഭാവികമായി മറ്റ് കൗൺസിലർമാരുടെ 9 കൗൺസിലർമാരും ബാക്കിയുള്ള കൗൺസിലർമാരുടെ തീരുമാനങ്ങൾക്ക് എങ്കിലും അതിനെ ശ്രമങ്ങൾ വിജയം കാണുന്നു എന്നുള്ള സൂചനകളും വിവരങ്ങളുമാണ് ലഭ്യമാകുന്നത്. ഈ കൗൺസിലർമാർ വന്നില്ല എങ്കിൽ കൂടി, പങ്കെടുക്കുന്നില്ല എങ്കിൽ കൂടി തരത്തിലൊരു അടുത്ത തീരുമാനത്തിലേക്ക് ആരും പോകാൻ സാധ്യതയില്ല എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. തൽക്കാലം ഈ പ്രശ്നം ഒരുപക്ഷെ ഇവിടെ വച്ച് തന്നെ അവസാനിക്കാനാണ് സാധ്യത. ഗൂഗിളാണ് പാലക്കാട്ട് എന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. പ്രശാന്ത് ശിവന് സ്വീകരണം നൽകുന്നത്. ഒരുപക്ഷെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാകും ഇപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായി പാലക്കാട്ടെ BJPയിലെ ആഭ്യന്തര രാഷ്ട്രീയം മാറുകയും പ്രശാന്ത് ശിവന് വലിയ തോതിലുള്ള ശ്രദ്ധ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും 10-35 വയസ്സേ ഉള്ളൂ. ഈ പ്രായത്തിൽ ജില്ലാധ്യക്ഷനായി മാറാൻ കഴിയുന്നു. വലിയ സ്വീകരണം, ധീരാവീര നേതാവേ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളോട് കൂടിയാണ് അണികൾ സ്വീകരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന തലത്തിലൊരു വലിയ ഇമേജ് ഉണ്ടാക്കാൻ എന്തായാലും കഴിഞ്ഞിട്ട്, മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിന് നോക്കൂ, ഇപ്പോൾ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും എന്ന് എല്ലാവരും പറഞ്ഞിടത്ത് നിന്ന് ഈ പറയുന്ന വിമത ശ്രമങ്ങളെ അങ്ങനെ തന്നെ ഇല്ലാതാക്കാൻ ഇപ്പോഴും കഴിയുന്നു എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. സുരേന്ദ്രൻ പുറത്തേക്ക് പോകും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നിന്ന് പറയുന്ന സമയത്ത് ഈ കാര്യങ്ങളെ കൃത്യമായി നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. RSSനെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ RSSനെ ഉപയോഗിച്ച്, അല്ലാതെയെങ്കിൽ അല്ലാതെ. ഈ കലഹങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും ഇത് കേന്ദ്ര തീരുമാനമാണ്, ഇതിനെ മറുത്തു പറയാൻ ആർക്കും കഴിയില്ല.
എന്ന കൃത്യമായ, ഇപ്പോൾ വിമർശകർ ഭീഷണി എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും കൃത്യമായ സന്ദേശം കൊടുക്കാനും നടപ്പിലാക്കാനും കഴിഞ്ഞിരിക്കുന്നു ഈ പൊട്ടിത്തെറികളുടെ എല്ലാം പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്. ഇപ്പോൾ ഈ 30 പുതിയ ജില്ലാ പ്രസിഡന്റുമാർ എന്ന തീരുമാനം അതെടുക്കുന്നു, വേഗത്തിൽ തന്നെ അവരെ നിശ്ചയിക്കാനും കഴിഞ്ഞു എന്നത് വളരെ പ്രധാനമാണ്. നമുക്കറിയാമല്ലോ പലയിടത്തെയും പുനഃസംഘടനാ ചർച്ചകളുടെ നീളവും ആയുസും ഒക്കെ എത്ര മാസവും വർഷവുമാണ് എന്ന്. അതിനിടയിൽ ഇങ്ങനെ തീരുമാനം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്നാൽ പോലും അത് പ്രാബല്യത്തിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനം. 27 ജില്ലാ പ്രസിഡന്റുമാരുടെ ഔദ്യോഗികമായ പ്രഖ്യാപനമാണ് ഇന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നത്. 5 വർഷം പൂർത്തിയാക്കിയ ജില്ലാ പ്രസിഡന്റുമാരെയൊക്കെ ഒഴിവാക്കി സംസ്ഥാന നേതാക്കളെയും ജില്ലാ പ്രസിഡന്റുമാരാക്കി. അക്കാര്യങ്ങളാണ് നേരത്തെ കെ സുരേന്ദ്രൻ വിശദീകരിച്ചത്. തിരുവനന്തപുരം സിറ്റിയിൽ കരമനജയന്റെ പേരാണ് നേരത്തെ തന്നെ വന്നിരുന്നത്. ചില എതിർപ്പുകളുണ്ട് എന്ന റിപ്പോർട്ട് വരുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരം നോർത്ത്, അങ്ങനെ തിരുവനന്തപുരം ജില്ല രണ്ടായി തിരിച്ചു. സിറ്റിയിൽ കരമനജയൻ, തിരുവനന്തപുരം നോർത്തിൽ മുക്കമ്പാലമൂട് ബിജു നേരത്തെ ഇന്ത്യ സെക്രട്ടറിയായിരുന്നു. കൊല്ലം വെസ്റ്റ്, കൊല്ലം ഈസ്റ്റ്, അങ്ങനെ 2 മേഖലകളാണ്, 2 ജില്ലകളാണ്. കൊല്ലം വെസ്റ്റിൽ എസ് പ്രശാന്ത്, കൊല്ലം ഈസ്റ്റ് രാജീവ് പ്രസാദ്, ആലപ്പുഴ സൗത്തിൽ സന്ദീപ് വചസ്പതി, ആലപ്പുഴ നോർത്തിൽ പി കെ ബിനോയ്. സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ ജില്ലയുടെ ചുമതലകൾ പ്രഫുൽ കൃഷ്ണൻ, സന്ദീപ് വചസ്പതി അടക്കമുള്ളവർ ജില്ലാ നേതൃത്വത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ ഈ പറയുന്ന ജില്ലാ കമ്മിറ്റികളെ പൂർണ്ണാർത്ഥത്തിൽ സജ്ജമാക്കാൻ വേണ്ടിയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ. വനിതാ നേതാക്കൾ ജില്ലാ നേതൃത്വത്തിലേക്ക് വന്നു. 30 ജില്ലാ നേതൃത്വങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. അതിൽ 4 വനിതകളാണ്. യുവാക്കൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകി. കൊല്ലം ഈസ്റ്റിൽ രാജീവ് പ്രസാദ്, നേരത്തെ നിയമസഭയിൽ ഉൾപ്പെടെ മത്സരിച്ച രാജീവ് പ്രസാദ് കൊല്ലം ഈസ്റ്റിലെ ജില്ലാ പ്രസിഡന്റ്, ഒരു വനിത വരുന്നു. മലപ്പുറം സെൻട്രൽ ദീപാ പുഴയ്ക്കൽ ജില്ലാ പ്രസിഡന്റ് ആകുന്നുണ്ട്. കാസർഗോഡും ജില്ലാ പ്രസിഡന്റായി വനിത എത്തുന്നുണ്ട്. കാസർഗോഡ് ML അശ്വിനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ്. അശ്വിനി ജില്ലാ പ്രസിഡന്റ്. ഇവരുടെയൊക്കെ വ്യക്തിപരമായ ഒരു നേതൃപാടവം എന്ന് പറയുന്നത് അങ്ങനെ വനിതകളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവരെ അവിടെ നിർത്തിക്കൊണ്ട് മറ്റുള്ളവർ ഭരിക്കുന്ന രീതിയല്ല. വളരെ പൊതുപ്രവർത്തനത്തിൽ വളരെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന യുവ നേതൃത്വത്തെയാണ് നേതാക്കളായി കൊണ്ടുവന്നിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും പാലക്കാട്ടെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ അവസാനിപ്പിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഈ ദിവസം അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും, പ്രഖ്യാപനമുണ്ടാകും തുടങ്ങിയ കാര്യങ്ങൾ ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് 2 ജില്ലയായി വിഭജിച്ചിരിക്കുന്നു. പാലക്കാട് ഈസ്റ്റിന്റെ പ്രസിഡന്റായിട്ടാണ് പ്രശാന്ത് ശിവൻ വരുന്നത്. പാലക്കാട് വെസ്റ്റ് മേഖല ജില്ലയുടെ പ്രസിഡന്റായി P വേണുഗോപാൽ. അങ്ങനെയാണ് പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ 4ാമത്തെ വനിത നിവേദിത സുബ്രഹ്മണ്യനാണ്. വളരെ പ്രവർത്തന പാരമ്പര്യമുള്ള, നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന നിവേദിത സുബ്രഹ്മണ്യനാണ് തൃശ്ശൂർ നോർത്തിലെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ്. അങ്ങനെ 4 വനിതകൾ ഉൾപ്പെടുന്ന പുതിയ പട്ടികയാണ് BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്.